കുറച്ചു ദിവസമായി രാജേന്ദ്രൻ ശ്രദ്ധിക്കുന്നു. പങ്കജമാകെ ഒതുങ്ങിയ മട്ടാണ്. നന്ദനോട് പെട്ടെന്നൊരു അയവ്. താൻ എന്തെങ്കിലും ചെയ്യാൻ അവളോട് പറഞ്ഞാൽ തന്നെ അമ്മ ഇടയ്ക്ക് കയറി അത് ഏറ്റെടുക്കും. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി മരുമകളോട് സ്നേഹമാണോ? അതവൻ വഴിയില്ല. തന്നെപ്പോലെ തന്നെയാണ് അമ്മയും. വന്നു കയറിയ പെണ്ണിനെ വരച്ച വരയിൽ നിർത്തുന്നതാണ് അമ്മയ്ക്കിഷ്ടം. ആലോചിച്ചിട്ട് അയാൾക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ചോദിക്കുമ്പോൾ വീട്ടിലെ മുക്കാൽ ഭാഗം പണികളും അവളാണ് ചെയ്യുന്നതെന്നാണ് പറയുക. ഇടയ്ക്ക് ശരീരം അനങ്ങാൻ വേണ്ടി മാത്രം താൻ എന്തെങ്കിലും ചെയ്യുന്നതാണത്രേ. ചിലപ്പോ അമ്മ പറയുന്നത് ശരിയാകും. എല്ലാ പണികളും ഒറ്റയ്ക്ക് ചെയ്തോണം എന്നവളോട് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് എന്തായാലും തന്നെ പേടിയുണ്ട്. എതിർക്കാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. നിനക്ക് ഗർഭത്തിന് ലക്ഷണമൊന്നും ഇല്ലേടി? അന്ന് രാത്രി സംഭവത്തിന് ശേഷം നന്ദനയുടെ മാറിൽ തളർന്നു കിടക്കുമ്പോൾ രാജേന്ദ്രൻ ചോദിച്ചു, ഇനി നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത വിധം വല്ല പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നവുമില്ല. പ്രശ്നം ആർക്കാണെന്ന് എങ്ങനെ അറിയാം? ചിലപ്പോ കുഴപ്പം നിങ്ങളുടെ ആണെങ്കിലോ? നന്ദന ദേഷ്യത്തോടെ പറഞ്ഞു. രാജേന്ദ്രന്റെ മുഖം ഇരുണ്ടു. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നീ പ്രസവിച്ചില്ലെങ്കിൽ അത് നിന്റെ കുഴപ്പം തന്നെയാണ്. 2-3 മാസം കൂടി ഞാൻ നോക്കും. എന്നിട്ട് നീ ഗർഭിണിയായില്ലെങ്കിൽ എനിക്ക് നിന്റെ തന്തയൊന്ന് കാണേണ്ടി വരും. അവന്റെ രൂക്ഷമായ നോട്ടം താങ്ങാനാവാതെ അവൾ മുഖം താഴ്ത്തി. ഉറങ്ങണ്ടേ? പാതിരാത്രിയായി. നിങ്ങൾക്ക് ചോറ് കെട്ടാൻ വേണ്ടി എനിക്ക് വെളുപ്പിനെ എഴുന്നേൽക്കേണ്ടതാ. വീണ്ടും അവന്റെ കൈകൾ തന്റെ നഗ്നതയിൽ പരതിയപ്പോൾ അവൾ എതിർത്തു. അത് കൊള്ളാലോ. ഞാൻ നിന്നെ കെട്ടിയതേ എന്റെ സൗകര്യത്തിന് നിന്നെ കൂടെ കിടത്താനാ, അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് തുള്ളാനല്ല. കണ്ടവന്റെയൊക്കെ വീഴ്പ ഞാൻ ചുമക്കുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഗുണം പെട്ടെന്ന് കൂട്ടിക്കോ. അവനുള്ള നഗ്നമായ വയറിൽ ഒന്നും നുള്ളി ദേഷ്യം തീർത്തു. അവളൊന്ന് പൊളഞ്ഞു. ചതിച്ചില്ലേടി നീ എന്നെ? ഇത്രയും പേരുടെ കൂടെ കിടന്നിട്ട് നിനക്കെന്റെ ജീവിതത്തിലേക്ക് വരാൻ ഒരു കൂസലും ഉണ്ടായില്ലല്ലോ. തന്തയും മോളും കൂടി എന്നെ പറ്റിച്ചിട്ട് എന്റെ മുന്നിൽ കിടന്ന് വിലസിയാലുണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. പിന്നെ നിങ്ങൾക്ക് എന്നെ കെട്ടാൻ എന്ത് അർഹതയുള്ളത്? നിങ്ങൾ സ്ഥിതി വെച്ച് എന്നെ കെട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. എന്നെ ഉപേക്ഷിക്കുകയാണെന്ന് നിങ്ങൾ എന്റെ അച്ഛനോട് പറഞ്ഞാൽ മതി. എനിക്ക് സൗകര്യമില്ലടി. അങ്ങനെ നീ ഇപ്പൊ സുഖിക്കണ്ട. ഞാൻ നിന്നെ പറഞ്ഞു വിട്ടിട്ട് നിനക്ക് കണ്ട ആണുങ്ങളെ കൂടെ തോന്നിയ പോലെ കിടക്കാനല്ലേ? അതിന് വേണ്ട. ഞാൻ ഉപേക്ഷിച്ചതിന് ശേഷം നീ ശീലാവതിയെ ജീവിക്കുമെന്നൊന്നും എനിക്ക് തോന്നില്ല. അതുകൊണ്ട് മോള് ഇനിയുള്ള കാലം ഈ രാജേന്ദ്രന് വേണ്ടി മാത്രം പായ വിരിച്ചാ മതി. കേട്ടോടി പന്ന മോളെ. നിന്റെ തന്തയിൽ നിന്ന് നിന്നെ വെച്ച് ഞാൻ പരമാവധി ഊറ്റിയെടുക്കും. എന്നെ ചതിച്ചിന് നീയും നിന്റെ തന്തയും അനുഭവിക്കും. നന്ദന മിണ്ടിയില്ല. എന്തെങ്കിലും മിണ്ടിയാൽ അടി കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഈ കൃഷി നിലത്തിൽ രാജേന്ദ്രൻ വിത്തിട്ട് മുളപ്പിക്കും. അല്ലാതെ നിനക്ക് ഇവിടുന്ന് ഒരു രക്ഷപ്പെടലില്ല. ജീവിതകാലം മുഴുവനും എന്റെ കാര്യങ്ങൾ നോക്കി എന്നെയും അനുസരിച്ച് എന്റെ പിള്ളാരെയും പെറ്റി വളർത്തി ഇവിടെ കഴിഞ്ഞോളണം. മനസ്സിലായോ നിനക്ക്? എന്താടി പറഞ്ഞത്? മനസ്സിലായില്ലേ? അതോ ഇനി കൈകൊണ്ട് പറഞ്ഞാലും മനസ്സിലാവുകയുള്ളൂ? അവൾ മിണ്ടാത്തത് കണ്ട് അവന് ദേഷ്യം വന്നു. നന്ദനെ പേടിച്ച് തല കുലുക്കി. മനസ്സിലായി. അവൻ അവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ച് തന്റെ ആദരങ്ങളാൽ അവളുടെ ആദരങ്ങൾ ലോക്ക് ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ കൈകളും കാലുകളും അവൻ ബന്ധിച്ചു. വീണ്ടും അവൻ അവളിൽ പ്രയാണം ആരംഭിച്ചു. എടി എഴുന്നേൽക്ക്, വേഗം പോയി ചായ എടുക്ക്. സമയം 4:30 രാജേന്ദ്രൻ നന്ദനെ കുലുക്കി വിളിച്ചു. നല്ല ഉറക്കത്തിലായിരുന്ന നന്ദന പക്ഷേ ഒന്നുകൂടി തിരിഞ്ഞു കിടന്നു. രാജേന്ദ്രൻ അവളെ ഇടുപ്പിൽ പിടിച്ച് ദേഷ്യത്തിൽ നുള്ളി. എടി എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് വീണ്ടും കിടക്കുകയാണോ? എനിക്ക് പണിക്ക് പോകാനുള്ളതാ. നന്ദന അസഹ്യതയോടെ ചാടി എഴുന്നേറ്റു. ഒന്നും പറയാൻ വയ്യ. പറഞ്ഞാൽ ചിലപ്പോൾ തല്ലി കിട്ടും. എങ്ങനെയെങ്കിലും കുറച്ചു നാൾ കൂടി ഇവിടെ പിടിച്ചു നിന്നിട്ട് ഇയാളെ കൊണ്ട് തന്നെ എന്നെ വേണ്ടെന്ന് വെപ്പിക്കണം. എന്നിട്ട് എങ്ങനെയെങ്കിലും അച്ഛനോട് തന്നോട് സഹതാപം ഉണ്ടാക്കണം. അച്ഛന്റെ സ്വത്തെല്ലാം തന്റെ പേരിൽ വരണം. പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇങ്ങനെ ഒരുത്തിൽ മാത്രം ഒതുങ്ങാനൊന്നും നന്ദനയ്ക്ക് വയ്യ. ജീവിതത്തിൽ സുഖങ്ങൾ അറിയണം. എന്താടി കണ്ണു മിഴിച്ചു നിൽക്കുന്നത്? എഴുന്നേറ്റ് പോയി കാപ്പിയിടാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? പോകുക രാജേട്ടാ, നന്ദന പെട്ടെന്ന് പറഞ്ഞു. അവൾ തലേന്ന് അവൻ അഴിച്ചിട്ട തന്റെ ബ്രായും അടിവസ്ത്രങ്ങളും എടുത്ത് അണിഞ്ഞു. പിന്നെ ഇന്ന് രാവിലെ ഇഡ്ഡലി മതി. ഉച്ചയ്ക്ക് കൂട്ടാൻ കറികളുടെ കൂടെ ചമ്മന്തിയും വേണം. 1 കിലോ കപ്പ പുഴുങ്ങിയെടുത്തു. കൂട്ടാൻ മീൻകറി മതി. ഒരു 10 മണി കഴിയുമ്പോൾ വിശക്കും. എല്ലാ സമയത്തിനും പാകം ചെയ്തോളണം. എനിക്ക് താമസിക്കാൻ പറ്റില്ല. എല്ലാ സമയത്ത് തന്നെയാണല്ലോ തരുന്നത്? നന്ദന ചോദിച്ചു. ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേയുള്ളൂ. ഈയിടെ നിനക്ക് തണ്ടൽപ്പം കൂടിയിട്ടുണ്ട്. നന്ദനൊന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് നടന്നു. അയാൾക്ക് ബാക്കിയുള്ള സമയം സുഖിച്ചുറങ്ങാം. ഞാൻ അടുക്കളയിൽ കയറി പണിയാൻ പോലും എന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപകരണമാണ് താൻ. അല്ലായിരുന്നെങ്കിൽ. പോകുന്ന വഴി അവൾ പിറുപിറുത്തു. പിന്നെ പങ്കജത്തിന്റെ വാതിൽ ചെന്ന് മുട്ടി വിളിച്ചു. കുറച്ചു കഴിഞ്ഞിട്ടാണ് അവർ വാതിൽ തുറന്നത്. എന്താ തള്ളെ, ഉറക്കം മതിയായില്ലേ? വന്ന് അടുക്കളയിൽ കയറ്. എനിക്ക് ഭയങ്കര നടുവേദനയാ മോളെ. കുറച്ചു ദിവസമായി എല്ലാ പണിയും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. ഇന്ന് മോളൊന്ന് ചെയ്യുവോ? ദേ തള്ളെ, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. മര്യാദയ്ക്കല്ലെങ്കിൽ തള്ള അടുത്ത ദിവസം ജയിലില്ല. തള്ള മാത്രമല്ല, തള്ളയുടെ പെൺമക്കളും.
അതുകൊണ്ട് നിന്ന് താളം ചവിട്ടാതെ ഇറങ്ങി വരാൻ നോക്ക്. എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാ മോളെ, ഞാൻ കുറച്ചു നേരം കൂടി കിടന്നോട്ടെ. തള്ളി ഇറങ്ങി വരുന്നോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കണോ? നന്ദന പോരു കോഴിയെപ്പോലെ അവരെ നോക്കി. അവൾ പറഞ്ഞു കേട്ട് പങ്കജം വിഷമിച്ചിറങ്ങി വന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് പങ്കജത്തെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നന്ദന. തന്റെ വീട്ടിലെ പണികൾ കൂടാതെ നന്ദനയ്ക്കുള്ള കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കണമായിരുന്നു. അവർക്ക് അതിൻ്റെതായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നന്ദനയാണെങ്കിൽ പരമാവധി അവരെ ബുദ്ധിമുട്ടിച്ച് രസിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണം. അത് എന്റെ ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞിട്ട് മതി. അലക്കുക മാത്രമല്ല, എല്ലാം തേച്ച് മടക്കി വെച്ചോണം. ഇതെല്ലാം ആ കാലമാടം പോയിട്ട് ചെയ്താൽ മതി. പിന്നെ എനിക്ക് ചായ വേണ്ടെന്നറിയാലോ. അയാൾക്ക് ചായ ഉണ്ടാക്കണം, എനിക്ക് കാപ്പിയും. അയാൾ ഇഡ്ഡലിക്ക് സാമ്പാറാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓംലേറ്റ് ഉണ്ടാക്കി തരണം. പിന്നെ കപ്പ പുഴുങ്ങണം, അത് മീൻ വെട്ടിയിട്ട് മതി. പങ്കജം പണി തുടങ്ങുന്നത് നോക്കി അടുക്കളയിലിട്ട സ്റ്റൂളിൽ കാൽമേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് നന്ദന പറഞ്ഞു. നിങ്ങളുടെ പെൺമക്കൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞല്ലോ, എന്താ കാര്യം? അത് പിന്നെ മോളെ, അവരിവിടെ ഇടയ്ക്ക് വന്ന് നിൽക്കാറുള്ളതാ. തള്ള തന്നെ അവരോട് വരണ്ടെന്ന് വിളിച്ചു പറഞ്ഞോ. സൗകര്യം കെടുത്താനായി ഓരോ നശൂലങ്ങൾ ഇങ്ങോട്ട് വന്നോളും. അല്ല മോളെ, അത് പറയുന്നത് കേൾക്കുമൊതുക്കി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നന്ദന പങ്കജത്തിന്റെ ചുമലിൽ ആഞ്ഞൊരടി കൊടുത്തു. അയ്യോ! അവർ ഞരങ്ങി. അവർക്ക് നന്നായി വേദനിച്ചിരുന്നു. വീട്ടിലെത്തിയതും ആവണി ബാത്റൂമിൽ പോയി അടിച്ചു നനച്ച് കുളിച്ചു. ആ വൃത്തികെട്ട സ്ത്രീയെ തൊട്ട തന്റെ കൈകളോട് പോലും അവൾക്ക് അറപ്പ് തോന്നി. ഡ്രസ്സ് മാറി വേഗം തന്നെ അവൾ ബെഡിലേക്ക് വീണു. വല്ലാത്തൊരു തളർച്ചയും ഭയവും അവളെ ഭരിക്കുന്നുണ്ടായിരുന്നു. തന്റെ ദേവേട്ടനോട് ഇത് പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന നിലയിൽ താൻ അദ്ദേഹത്തിൽ നിന്നും എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നത് തെറ്റാണ്. മറിച്ച് അദ്ദേഹം തന്നോടിത് ചെയ്താൽ തനിക്ക് വേദനിക്കും, അതെല്ലാം അറിയാം. പക്ഷേ പറഞ്ഞാലുള്ള പ്രതികരണം എന്താകും? ഇതുവരെ തന്നോട് അതിരുവിട്ട് ദേഷ്യപ്പെട്ടിട്ടില്ല. എപ്പോഴും സൗമ്യമായേ സംസാരിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് താൻ ചെയ്ത കാര്യത്തോട് അദ്ദേഹത്തിന് ആ സൗമ്യത ഉണ്ടാകണമെന്നില്ല. മാത്രമല്ല, ആൾക്ക് ഒരുപാട് വേദനിക്കുകയും ചെയ്യും. ഒരുപാട് സമയത്തെ ആലോചനയ്ക്ക് ശേഷം ഋത്തിനോടൊന്നും പറയേണ്ടെന്ന് തന്നെ ആവണി തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞതും അവൾക്ക് ലതയുടെ ഫോൺ വന്നു. നീ എന്താ മോളെ വല്ലാതിരിക്കുന്നത്? സംസാരത്തിൽ എന്തോ ഒരു വിഷമം പോലെ. പ്രത്യേകിച്ച് ഒന്നുമില്ലമ്മേ, ഒരു നേരിയ തലവേദന, അത്രയുള്ളൂ, ആവണി പറഞ്ഞു. രാവിലെ മോളെ ഫുഡ് കഴിച്ചോ? ഇല്ല, ഞാനിപ്പോ അമ്പലത്തിൽ പോയിട്ട് വന്നതേയുള്ളൂ. മോൻ അവിടെ ഇല്ലല്ലോ. അവൻ വന്നിട്ടേ നീ കഴിക്കുള്ളോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലമ്മേ. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ കഴിക്കും, അല്ലാതെ കാത്തിരിക്കണമെന്നൊന്നും ആൾക്ക് നിർബന്ധമില്ല. ആളെ കാത്ത് പട്ടിണി ഇരുന്നാൽ ആൾക്ക് ദേഷ്യം വരും. അങ്ങനെ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. എന്റെ വയറ് നിറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നിന്റെ അച്ഛൻ ഫുഡ് കഴിക്കുള്ളൂ. ലതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛന്റെ വിരഹം അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ആവണിക്ക് അറിയാമായിരുന്നു. സാരിയില്ലമ്മേ, അച്ഛൻ ആരോഗ്യത്തോടെ തിരിച്ചു വരും. അപ്പോ അമ്മയുടെ വിഷമം എല്ലാം മാറും. ലതയോട് ഇന്ന് നടന്ന കാര്യങ്ങൾ പറയണമെന്ന് ആവണിക്കുണ്ടായിരുന്നു. ആരോടെങ്കിലും മനസ്സ് തുറന്നില്ലെങ്കിൽ തന്നെ അസ്വസ്ഥത ഏറ്റുമെന്ന് അവൾ ഭയപ്പെട്ടു. പക്ഷെ അമ്മ ചിലപ്പോൾ തന്നെക്കാൾ പേടിക്കും. ഈ കാര്യങ്ങളൊന്നും അമ്മയോട് പറയാൻ പറ്റില്ല. ഒന്നാമത് അച്ഛന്റെ കാര്യം ഓർത്ത് തന്നെ ആൾ വിഷമിച്ചിരിക്കുകയാണ്. ഓർത്തപ്പോൾ ആവണിക്ക് ലതയോടൊന്നും പറയാൻ തോന്നിയില്ല. കുറച്ചു നേരം സംസാരിച്ചിട്ട് ലത ഫോൺ വെച്ചു. അല്പം കഴിഞ്ഞ് ഗീതുവിന്റെ കോൾ വന്നു. നീ എന്താ മോളെ എന്നെ വിളിക്കാത്തത്? ഞാൻ നിങ്ങൾ പറഞ്ഞ പ്രപ്പോസലിനെ സമ്മതിക്കാതിരുന്നത് കൊണ്ടാണോ? നീ എന്നെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവളുടെ സംസാരം കേട്ടപ്പോൾ ആവണിക്ക് സങ്കടം വന്നു. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ഗീതു. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുകയായിരുന്നു. വിളിച്ച് ക്ഷമ പറയാൻ. ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ചത് തെറ്റായിപ്പോയി. അത് മാത്രമല്ല, ഇന്നെന്റെ അമ്മ ഭാനുമതി ആന്റി ദേവേട്ടനെ വിളിച്ചിരുന്നു. അവരുടെ സംസാര രീതിയും ദേവേട്ടനെ മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ പറഞ്ഞത് ശരിയാ, നിനക്ക് ആ വിവാഹം കൊണ്ട് സന്തോഷമൊന്നും കിട്ടാൻ പോകുന്നില്ല. നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കണം. ഒന്നിനും ആരും നിന്നെ നിർബന്ധിക്കില്ല. നിന്റെ മോഹങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് നീ ഉയർന്നു വേണം. എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആവണി പറഞ്ഞു കേട്ട് ഗീതുവിന് ആശ്വാസം തോന്നി. നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ മോളെ. ഏട്ടൻ നിന്നെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം. ദേവേട്ടൻ ഭയങ്കര പാവാണ് ഗീതു. പക്ഷേ ഞാൻ അത്ര നല്ലൊന്നുമല്ല. ചിലപ്പോൾ തോന്നും ഞാൻ ആളെ അർഹിക്കുന്നില്ലെന്ന്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ ഉള്ളിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ലടി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തന്റെ പ്രശ്നങ്ങൾ ഗീതുവിനോട് പറയാമെന്ന് ആവണി വിചാരിച്ചു. പക്ഷെ ഇപ്പൊ വേണ്ട. ദേവേട്ടൻ വരാറായിട്ടുണ്ട്. പറ്റുമെങ്കിൽ അവളോട് നേരിട്ടെന്ന് കണ്ട് സംസാരിക്കണം. സുഭദ്രയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ കാര്യം അവളോട് ഡിസ്കസ് ചെയ്യുന്നതാവും നല്ലത്. സമയം കടന്നുപോയി. പുറത്തെങ്ങോ പോയിരുന്ന രുദ്രൻ തിരിച്ചു വന്നപ്പോഴും ആവണി അതേ കിടപ്പിലായിരുന്നു. എന്തു പറ്റി ആവണി? വയ്യ നിനക്ക്? അവൻ വേവലാതിയോടെ അവളെ നെറ്റിയിൽ കൈവച്ചു. അവൾ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ഭാവിച്ചു. ഏയ് വേണ്ട, കിടന്നോളൂ. രുദ്രൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ എഴുന്നേറ്റ് അവനെ നെഞ്ചിലേക്ക് ചാരിയെന്നും. പ്രത്യേകിച്ച് ഒന്നുമില്ല ദേവേട്ട, ഒരു ചെറിയ തലവേദന. വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അവന്റെ ശബ്ദത്തിൽ ടെൻഷൻ നിറഞ്ഞു. അയ്യേ, ഒരു ചെറിയ തലവേദന വന്നതിനാ ഹോസ്പിറ്റലിൽ പോനോ? ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? നീ എന്റെ കുട്ടിയല്ലേ, എന്റെ വാശിക്കാരി പെണ്ണ്. രുദ്രൻ അവളെ ശിരസിൽ തലോടി. അവനുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അയ്യോ, കണ്ണു നിറഞ്ഞല്ലോ.
നല്ല വേദനയുണ്ടല്ലേ? അതാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകാന്ന്. അത്രയ്ക്കൊന്നുമില്ല ദേവേട്ടാ, ഒരു ചായ കുടിച്ച് മാറിക്കോളും. ഇതിനു വേണ്ടി ഹോസ്പിറ്റലിൽ പോകാനൊന്നും ഞാനില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ആവണിക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ചായ ഇട്ട് തരാം. അതൊന്നും വേണ്ട, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അവൾ എഴുന്നേൽക്കാൻ ഭാവിച്ചതും രുദനം വീണ്ടും അവളെ പിടിച്ച് അവിടെ ഇരുത്തി. അവിടെ ഇരിക്കാവണി, ഭക്ഷണമൊക്കെ ഞാൻ എടുത്തോളാം. താൻ കഴിച്ചില്ലേ? ഇല്ല, തലവേദന കൊണ്ട് കിടന്നുപോയി. പിന്നെ ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു മടി. ദേവേട്ടൻ വരട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ ഇത്രയും സമയം പട്ടിണി ഇരിക്കണ്ടായിരുന്നു. അതാണ് തലവേദന വന്നത്. ആദ്യം എൻ്റെ കൈ കൊണ്ടിട്ട ഒരു ചായ, എന്നിട്ട് ഞാൻ തനിക്ക് ഫുഡ് എടുത്തു തരാം. തന്റെ നിറകിൽ ചുംബിച്ചുകൊണ്ടൊരു പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് പോകുന്നവനെ നോക്കി ആവണി കണ്ണു നിറച്ചിരുന്നു. അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. ഇനി അവന് ഇഷ്ടമില്ലാത്ത ഒന്നിലും ചെന്ന് ചാടില്ലെന്ന് അവൾ മനസ്സിൽ അരക്കിട്ടുറപ്പിച്ചു. ഗീതുവിന്റെ PGയുടെ അഡ്മിഷൻ റെഡിയായിട്ടുണ്ട്. അടുത്ത ആഴ്ച മുതൽ അവൾ പോയി തുടങ്ങും. ഭക്ഷണം കഴിക്കുമ്പോൾ രുദ്രൻ പറഞ്ഞു. അവൾക്ക് സന്തോഷം തോന്നിയെങ്കിലും മനസ്സിലെ സംഘർഷം മൂലം അവൾക്ക് നന്നായി ചിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താനെന്താടോ വല്ലാതെ ആ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നതിന് തനിക്ക് ഗീതുവിനോട് ഇപ്പോഴും ദേഷ്യമാണോ? അയ്യോ ദേവേട്ട, അങ്ങനെയൊന്നുമില്ല. ഇന്ദ്രന്റെ അമ്മയുടെ സംസാര രീതി കണ്ടപ്പോഴേ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു. പിന്നെ എന്താണ് എന്റെ കുട്ടി വിഷമിച്ചിരിക്കുന്നത്? എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. അതിപ്പോ നല്ലതായാലും ചീത്തയായാലും ഈ മനസ്സിൽ എന്താണെന്ന് അറിയാതെ ഞാൻ എന്ത് സൊല്യൂഷനാണ് പറയുക? ഈശ്വര, ഞാനിത് ആളോട് എങ്ങനെ പറയും? പറഞ്ഞാൽ ആൾ തീർച്ചയായും എന്നെ വെറുക്കും. ഇതെന്റെ മണ്ടത്തരമായി അദ്ദേഹത്തിന് കാണാൻ സാധിച്ചെന്ന് വരില്ല. താൻ എന്താ അവിടെ ആലോചിക്കുന്നത്? ഒന്നുമില്ല ദേവേട്ട, എനിക്കൊരു പ്രശ്നമില്ല. ദേവേട്ടന് വെറുതെ തോന്നുന്നതാ. ആവണി അവനെ നോക്കാതെ മുഖം കുനിച്ച് തന്റെ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുകയുണ്ടായിരുന്നില്ല. എങ്കിലും അവന് സംശയം ഉണ്ടാകാതിരിക്കാൻ അവൾ എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി കഴിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് എന്താ ഒരു അവശത പോലെ? അന്ന് രാത്രി ഭക്ഷണം വിളമ്പോൾ രാജേന്ദ്രൻ നന്ദിനിയോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ വന്നത് മുതൽ അമ്മ ദേഹം അനങ്ങാതെ വെറുതെ ഇരിക്കല്ലേ രാജേട്ടാ. എല്ലാ ജോലിയും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ആരോഗ്യമുണ്ടാകാനാ? പെണ്ണുങ്ങളായി പണിയെടുക്കണമെന്ന് രാജേട്ടൻ തന്നെയല്ലേ പറയാറ്. എന്റെ അമ്മയെ കൊണ്ട് ജോലി എടുപ്പിക്കണമെന്നാണോ നീ പറയുന്നത്? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല രാജേട്ടാ. രാജേട്ടന്റെ അമ്മ എന്റെ അമ്മയല്ലേ. ഒരു പണിയും എടുക്കാതിരുന്നല്ല അവശത കൂടുന്നേ ഞാൻ പറഞ്ഞോളൂ. ഇതാമ്മേ, ഈ മീൻ വറുത്തത് കഴിച്ചേ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഉണ്ടാക്കിയതാ. രാജേന്ദ്രൻ വരും മുൻപ് പങ്കജം വെട്ടി വൃത്തിയാക്കി വറുക്കുകയും മുറിക്കുകയും ചെയ്ത കരിമിന്റെ ഉള്ളതിൽ ഏറ്റവും ചെറിയൊരു കഷ്ണം പങ്കജത്തിന്റെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊണ്ട് നന്ദന ചിരിച്ചു. പങ്കജത്തിന് അവളെ ചിരി കണ്ടപ്പോൾ കാലിൽ വാരി നിലത്തടിക്കാനുള്ള ദേഷ്യം തോന്നി. എങ്കിലും അവരത് അടക്കി പിടിച്ചു. ദുഷ്ട, വീടടിച്ചു തൂക്കലും അവൾ ഡ്രസ്സ് അലക്കലും തേക്കലും പാചകവും എല്ലാം കൂടി താൻ ഒരു പരുവായി. വയസ്സാങ്കാലത്ത് ജയിലിൽ കിടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതൊക്കെ സഹിക്കുന്നു. എന്നിട്ട് രാജേന്ദ്രൻ വരുമ്പോൾ അവളൊരു അഭിനയം. ഈ സമയത്ത് മാത്രം തനിക്ക് കുറച്ചു നേരം ഇരിക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ താൻ അധികം താമസിക്കാതെ കിടപ്പിലാകും. ഇനി ഇത് തന്നെയാണോ അവളുടെ ഉദ്ദേശം? പങ്കജം ഒരു നെടുവീർപ്പോടെ ഓർത്തു. അമ്മയ്ക്ക് എന്താടി മീൻ വറുത്ത കഷ്ടം ചെറുത്? വലുതിട്ട് കൊടുക്ക് രാജേട്ടാ. അമ്മയ്ക്ക് കൊളസ്ട്രോൾ കൂടിയ പ്രശ്നം. അമ്മയാ എന്നോട് പറഞ്ഞത് ചോറ് വിളമ്പുമ്പോ കറികളൊക്കെ ശ്രദ്ധിച്ചു തന്നാൽ മതിയെന്ന്. ആണോ അമ്മേ? അയാൾ ചോദിച്ചു. പങ്കജം മനസ്സിലാ മനസ്സോടെ തല കുലുക്കി. സത്യം പറഞ്ഞ അവർക്ക് കറികളെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് മൃഷ്ടാന്ന ഭോജനം കഴിച്ചാണ് ശീലം. അത് 3 നേരവും അങ്ങനെ തന്നെ തിന്നുകയും ചെയ്യും. ഇതിപ്പോ നന്ദിനെ പിടിച്ച് കുറച്ച് എന്തൊക്കെയോ മാത്രം യാതൊരു തൃപ്തിയുമില്ലാതെ കഴിക്കേണ്ടി വരുന്നു. അമ്മയ്ക്ക് ആ ചിക്കൻ കറി കുറച്ച് വിളമ്പടി. പങ്കജത്തിന്റെ ഫേവറേറ്റ് ആണ് ചിക്കൻ. അത് രാജേന്ദ്രൻ അറിയാം. അമ്മ, ഞാൻ ഇത് കറി വെച്ചപ്പോഴേ പറഞ്ഞു അമ്മയ്ക്ക് വേണം. അല്ലമ്മേ, വെറുതെ ഇരിക്കുന്നത് കൊണ്ട് അമ്മ ഫുഡ് കുറച്ച് ഡയറ്റ് നോക്കാൻ പോവാണത്രേ. അമ്മയുടെ ആരോഗ്യം പ്രധാനമായതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. രാജേന്ദ്രന് നന്ദനിയുടെ വർത്തമാനത്തിൽ സംതൃപ്തി തോന്നി. തന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ അവൾ അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒട്ടും തൃപ്തിയില്ലാതെയാണ് പങ്കജം ഊണ് കഴിച്ചത്. ഉച്ചയ്ക്ക് ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. താനെല്ലാം കഷ്ടപ്പെട്ട് വെച്ചുണ്ടാക്കണം. പക്ഷേ തനിക്കൊന്നും കിട്ടുന്നുമില്ല. രാജേന്ദ്രനും മറ്റുള്ളവരും എഴുന്നേറ്റ് പോയതും നന്ദന പ്ലേറ്റിൽ നിറയെ ചോറും വിളമ്പിയെടുത്ത് പങ്കജം കഷ്ടപ്പെട്ട് പാകം ചെയ്ത മീൻകറിയും വറുത്ത മീനും ചിക്കനും കറിയും എല്ലാം എടുത്ത് വിശാലമായി കഴിക്കാൻ തുടങ്ങി. അവിടെ ചുണ്ടിൽ പരിഹാസത്തിന്റെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്നോടാ അമ്മയുടെയും മോന്റെയും കളി. നന്ദന ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പാത്രം കൊണ്ടുപോയി അടുക്കളയിലേക്ക് ഇട്ടു. അതെല്ലാം കഴുകുന്നത് പങ്കജത്തിന്റെ പണിയാണ്. രാജേന്ദ്രൻ കാണുമെന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ പാതിരാത്രി തന്നെ നന്ദനയ്ക്ക് എച്ചിൽ പാത്രങ്ങളെല്ലാം പങ്കജത്തെ കൊണ്ട് കഴിപ്പിക്കണമെന്നിട്ടും. രാജേന്ദ്രനെ കാണിക്കാനായി രാവിലെ എഴുന്നേൽക്കുമെങ്കിലും അയാൾ ജോലിക്ക് പോകുമ്പോൾ നന്ദന ഉറങ്ങാനായി വീണ്ടും കയറും. പങ്കജം അപ്പോഴും പണിയെടുക്കുകയായിരിക്കും. നന്ദന ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ രാജേന്ദ്രൻ സിഗരറ്റ് വലിക്കുകയായിരുന്നു. പ്രേമിപ്പ് വിളിച്ചിരുന്നു. അവളും സീതയും കൂടി ഇങ്ങോട്ട് വരാനിരുന്നിട്ട് വരണ്ടെന്ന് അമ്മ പറഞ്ഞത്രേ. അതെന്താണാവോ അങ്ങനെ പറഞ്ഞത്? അമ്മയോട് ചോദിക്കട്ടെ. അവൾക്കത് വലിയ വിഷമമായിട്ടിരിക്കാം. രാജേന്ദ്രൻ മുറിക്ക് പുറത്തിറങ്ങാൻ വേണ്ടി എഴുന്നേറ്റു. ഭയങ്കര നന്ദിനിയുടെ മുഖം വിളറി. ആ തള്ള എന്തെങ്കിലും പറഞ്ഞാൽ തീർന്നു.